നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെമ്പാടും തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. 2024 തെരഞ്ഞെടുപ്പ് വർഷമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലും അതിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ 14 ജില്ലകൾ, അവിടെ തന്നെ 20 മണ്ഡലങ്ങൾ. അപ്പോൾ അവരൊക്കെ മുൻകാലങ്ങളിൽ ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടും. പലരും ഞാൻ വലിയ സിമ്പിളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗിമ്മിക്സും കൊണ്ടൊക്കെ വരുന്നുണ്ട്. ഫോട്ടോഷൂട്ടും ഫോട്ടോ സെക്ഷനും അങ്ങനെ പല അഭ്യാസമായിട്ട് വരും. ഇറച്ചിക്കടകളിൽ കയറി നിൽക്കുന്ന ചില സ്ഥാനാർത്ഥികൾ, എന്നിട്ട് അവിടെ മറ്റേ സ്ഥാനാർത്ഥിക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുക. എന്നാൽ ആ ഇറച്ചിക്കച്ചവടക്കാർക്ക് അവരുടെ ആ മാർക്കറ്റ് അത് നവീകരിക്കാനും മറ്റുമായിട്ട് 1 കോടി രൂപ നൽകിയത് ഈ കളിയാക്കി പറഞ്ഞ എതിർ സ്ഥാനാർത്ഥിയാണ് എന്ന സത്യം മാത്രം ഇവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അത് മാത്രമല്ല, രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ മാന്യത, പ്രബുദ്ധത എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. തിരഞ്ഞെടുപ്പിൽ ഒരാൾക്കേ ജയിക്കാൻ പറ്റൂ. അതായത് ഒരു മണ്ഡലത്തിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ കാണും, പക്ഷേ അവിടെ ജയിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജയത്തിനെ അംഗീകരിക്കുകയും തോൽവിയെ അംഗീകരിക്കുകയും അത് മാന്യമായി പ്രതികരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പ്രബുദ്ധത, രാഷ്ട്രീയ മാന്യത. അതൊട്ടുമേ ഇല്ലാത്തൊരു പാർട്ടിയാണ് ഇടതുപക്ഷം, അതിൽ പ്രത്യേകിച്ചും CPM എന്നത്. ഇത്രയും ഞാൻ പറയാനുള്ള കാരണം നിങ്ങളുടെ മുന്നിലേക്ക് 2021 ഒരു ചിത്രം ഞാൻ കാണിക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത്. അന്ന് തൃശ്ശൂർ സുരേഷ് ഗോപിയാണ് മത്സരിച്ചത് BJPക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി. അതിനുശേഷം മെയ് 6 2021 അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൊരു കുറച്ച് വാചകങ്ങൾ എല്ലാവരോടുമായിട്ട് പങ്കുവച്ചു. അതിങ്ങനെയാണ്: തൃശ്ശൂരിന് എൻ്റെ നന്ദി, എനിക്ക് വോട്ട് നൽകിയ തൃശ്ശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് നന്ദി, നൽകാത്തവർക്കും നന്ദി. ഏതൊരു മത്സരവും ഒരു പാഠമാണ്. ജയമോ പരാജയമോ നോക്കാതെ ഇനിയും തൃശ്ശൂരുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് നൽകുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. ഇത് വെറുതെ അങ്ങ് പറഞ്ഞിട്ട് പോവുകയല്ല സുരേഷ് ഗോപി ചെയ്തത്. ഒന്നാമതേ എഴുതി വച്ചിരിക്കുന്നത് നോക്കുക, എത്ര സുന്ദരമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ അദ്ദേഹം അംഗീകരിച്ചത്. തോൽവി അംഗീകരിച്ചു, വോട്ട് ചെയ്തവർക്ക് നന്ദി കൊടുത്തു, വോട്ട് ചെയ്യാത്തവർക്ക് നന്ദി കൊടുത്തു. എന്നെ തോൽപ്പിച്ചാലും ശരി, ഞാൻ തൃശ്ശൂരുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം നടപ്പാക്കി കാണിച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. അവിടുത്തെ മേയർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അവിടുത്തെ ജനപ്രതിനിധി ഇടപെടാത്ത വിഷയത്തിൽ പോലും അവിടുത്തെ ജനപ്രതിനിധി അല്ലാഞ്ഞിട്ട് കൂടി സുരേഷ് ഗോപി ഇടപെട്ടുന്നു. അവിടുത്തെ ഒരു വലിയ മാർക്കറ്റിൽ അത് നവീകരിക്കാനൊക്കെ 1 കോടി രൂപ സുരേഷ് ഗോപിയാണ് കൊടുത്തതെന്നുള്ളത് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ട്. ഇന്നിപ്പോൾ ആ ചന്തയിൽ കയറി നിന്നിട്ട്, ഇറച്ചിക്കടയിൽ കയറി നിന്നിട്ട് ഇറച്ചി വെട്ടുകാരന് കൈ കൊടുക്കുന്ന സുനിൽകുമാറിൻ്റെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നവീകരിക്കാൻ കൊടുത്തത് മൂക്ക് പൊത്താതെ അവിടെ കയറി നിൽക്കാൻ പറ്റുന്നത് തന്നെ സുരേഷ് ഗോപി കൊടുത്ത പണം കൊണ്ടാണ് എന്ന സത്യം മാത്രം അവർ ആരോടും പറയില്ല. ശരി, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനെ പറ്റിയാണ് പറയാനുള്ളത്. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നോക്കുക. ഇനി കുറച്ചൊന്ന് പുറകോട്ട് നോക്കും. ത്രിപുരയിൽ BJPയോട് CPM അട്ടപടലം പൊട്ടിയപ്പോൾ, ആദ്യത്തെ തവണ, ഇപ്പോൾ 2 തവണയായി പൊട്ടുന്നു. ആദ്യത്തെ തവണ അട്ടപടലം പൊട്ടിയപ്പോൾ ഇവിടുത്തെ CPMൻ്റെ കപട ബുദ്ധിജീവിയായിട്ടുള്ള M സ്വരാജ് പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മയുണ്ടോ? തോറ്റത് CPM അല്ല, ത്രിപുരയിലെ ജനങ്ങളാണെന്ന്. ആ തോൽവിയെ പോലും അംഗീകരിക്കാൻ അവർക്ക് പറ്റിയില്ല. കാരണം ജയിച്ചത് BJPയാണ്. ആ തോൽവിയെ പോലും അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ആ പഴിയെല്ലാം കൂടെ ജനങ്ങളുടെ മണ്ടയ്ക്കോട്ട് വെച്ച് കെട്ടി. 2ാമത് തവണ തോറ്റപ്പോൾ എന്തായാലും ഈ അഭ്യാസം കൊണ്ടുവന്നില്ല. കപടനാണ്, അങ്ങേയറ്റം കപടനാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരിലെ കപടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് ആരാണ് ഈ ഏറ്റവും വലിയ കപടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 1 തോമസ് ഐസക്, 2 P രാജീവ്, 3 ഈ M സ്വരാജ് എന്ന് പറയും. ഈ 3 ഡയലോഗ് മാത്രമാണ്. അണികളെ പറ്റിക്കാനുള്ള ബുദ്ധിജീവി നാട്യക്കാർ മാത്രമാണ്. യാഥാർത്ഥ്യമായിട്ട് യാതൊരു പുലബന്ധവുമില്ലാത്ത വാചകങ്ങൾ മാത്രമേ അവർ പറയാറുള്ളൂ. അതിലെ ഒരാൾ തന്നെയാണ് M സ്വരാജ്. അപ്പോൾ M സ്വരാജിൻ്റെ അന്നത്തെ പരാമർശവും സുരേഷ് ഗോപിയുടെ പരാമർശവും ഒന്ന് നോക്കുക. അതാണ് രാഷ്ട്രീയ അന്തസ്, രാഷ്ട്രീയ മാന്യത, രാഷ്ട്രീയ പ്രബുദ്ധത. ഇതൊന്നും ഇവറ്റകൾക്കില്ല. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ മനുഷ്യനെ ഇനിയും ഓരോന്ന് പറഞ്ഞ് അപമാനിക്കാൻ അവർ കച്ചകെട്ടി ഇറങ്ങുക തന്നെ ചെയ്യും. പക്ഷേ ഇത്തവണ തൃശ്ശൂർ ഇദ്ദേഹത്തെ കൈവിടില്ല എന്നാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക. ഓർക്കുക, തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇവിടെ സ്ഥാനാർത്ഥികൾ ഓഡിറ്റ് ചെയ്യപ്പെടും. രാഷ്ട്രീയ പ്രബുദ്ധത, മാന്യത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എല്ലാവരും കാത്തു സൂക്ഷിച്ചാൽ നന്ന്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.